നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഇന്ത്യ മൗനം പാലിക്കുകയാണ്. ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഹനിയയുടെ കൊലപാതകം വെടിനിർത്തൽ സാധ്യത മങ്ങാൻ കാരണമായിട്ടുണ്ട്. സായുധ പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഒരു കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രയേലിന്റെ എലൈറ്റ് ഇന്റലിജൻസ് ഏജൻസി മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ നിയോഗിച്ചിരുന്നു. ഇത്തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിലെത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ടെത്തി അവിടെ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. 2 മാസം മുൻപ് തന്നെ ഹനിയയുടെ കൊലപാതകത്തിന് കാരണമായത് എന്ന് കരുതപ്പെടുന്ന ബോംബ് ഇസ്രയേൽ സ്ഥാപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ടെഹ്റാൻ സന്ദർശനത്തിനിടെ മെയ് മാസത്തിൽ ഹനിയയെ വധിക്കാനായിരുന്നു പ്രാഥമിക പദ്ധതി ഇട്ടിരുന്നത്. ജനക്കൂട്ടം കാരണം അന്ന് ഓപ്പറേഷൻ നടന്നില്ല. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ചൊവ്വാഴ്ച ഇറാനിലെത്തിയ ഹനിയെ മുറിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓട്ടോമാറ്റിക് ഡിറ്റനേറ്റർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലകൾ തകരുകയും ഒരു പുറംഭിത്തി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു. ഹനിയയ്ക്കൊപ്പം ആ സമയം മുറിയിലുണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണമാണ് നടന്നത് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ വ്യോമ പ്രതിരോധം എങ്ങനെയാണ് മറികടന്നത് എന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയർന്നു. ഇതുകൂടാതെ മിസൈൽ ആക്രമണമാണെങ്കിൽ ഉണ്ടാകേണ്ട അത്ര നാശനഷ്ടങ്ങൾ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല, ഹനിയയുടെ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന പലസ്തീൻ വിമോചന സായുധ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖലയ്ക്ക് പോറൽ പോലും ഏറ്റിട്ടുമില്ല. ഇതുകൊണ്ട് തന്നെ ഹനിയയുടെ റൂമിൽ സ്ഥാപിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇസ്രയേലിന് വേണ്ടി കൊലപാതക ദൗത്യങ്ങൾ പ്രധാനമായും നടത്തുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ്. $3 ബില്യൺ വാർഷിക ബജറ്റും 7000-ലധികം ശക്തരായ ജീവനക്കാരുമുള്ള മൊസാദ് CIA കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ രണ്ടാമത്തെ വലിയ ചാരവൃത്തി ഏജൻസിയാണ്. തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ളിൽ മാത്രമല്ല, ലെബനൻ, സിറിയ, ഇറാൻ തുടങ്ങിയ ശത്രുരാജ്യങ്ങളിലും മൊസാദിന് വിവരദാതാക്കളുടെയും ഏജന്റുമാരുടെയും വളരെ വലിയ ഒരു ശൃംഖല തന്നെയുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഇസ്രയേൽ വധിച്ചിരുന്നു. നേരത്തെ തന്നെ ഇസ്രയേലുമായി യുദ്ധത്തിന്റെ വക്കിലായിരുന്ന ഹിസ്ബുള്ള സംഘത്തെ ഈ ആക്രമണം വളരെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണി ഉയരുമ്പോൾ ഇസ്രയേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്തു വന്നത്. ഏതായാലും ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുഷിതമാക്കുക തന്നെയാണ്. ഇറാന്റെ അതിഥിയായി രാജ്യത്ത് കഴിയുമ്പോഴാണ് ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടത്. കൂടാതെ ഹനിയയുടെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലബനീസ് സായുധ സംഘം ഹിസ്ബുള്ളയുടെ നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഇസ്രയേൽ വധിച്ചിരുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏപ്രിൽ 13-ന് ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ലെബനനിലെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാണ്. ഹിസ്ബുള്ള ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വമ്പൻ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക അറിയിച്ചു. ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഹനിയയെ വധിച്ചതിന് ഇസ്രയേലിന് കടുത്ത ശിക്ഷ തന്നെ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മരണത്തിൽ അനുശോചിച്ച് ഇറാനിൽ 3 ദിവസത്തെ ദേശീയ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 31-നായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ ഇസ്മായിൽ ഹനിയയെ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള കമാൻഡറെയും ഇസ്രയേൽ വധിച്ചതിനു പിന്നാലെ മധ്യപൂർവ്വദേശത്തെ സംഘർഷാന്തരീക്ഷം വീണ്ടും രൂക്ഷമാകുന്നു എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളിപ്പോൾ.
ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിലുള്ള ഫ്രഞ്ച് പൗരന്മാർ സന്ദർശനം മതിയാക്കി എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. മലയാളി വാർത്ത ഇൻസൈഡ്.